എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ LDC മൊഡ്യൂൾ പ്രകാരമുള്ള SCERT ബുക്കിലെ റിവിഷൻ സീരീസ് ആണ് നമ്മുടെ ചാനലിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത 10 ചോദ്യം പരിചയപ്പെടാം. ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം, ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ട് ഉണ്ടായി എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സാമൂതിരി ചാലിയൻകോട്ട പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചെടുത്ത വർഷം. സാമൂതിരി ചാലിയൻകോട്ട പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചെടുത്ത വർഷം 1571. 1571 സാമൂതിരി ചാലിയൻകോട്ട പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചെടുത്തത്. ഇതിന് സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ അഥവാ പട്ടുമരക്കാരാണ് ചാലിയൻകോട്ട പോർച്ചുഗീസുകാരിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത്. അതിനുശേഷമാണ് അവർക്ക് പുതുപ്പട്ടണത്ത് മരക്കാർ കോട്ട പണിയാൻ സാമൂതിരി അനുവാദം നൽകിയത്. സാമൂതിരി ചാലിയൻകോട്ട പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചെടുത്ത വർഷം 1571. സാമൂതിരി പോർച്ചുഗീസുകാർക്കെതിരെ സഖ്യമുണ്ടാക്കിയ ബീജപ്പൂരിലെ രാജാവ് ആരാണ് എന്നാണ് ചോദ്യം. സാമൂതിരി പോർച്ചുഗീസുകാർക്കെതിരെ സഖ്യമുണ്ടാക്കി ആ സഖ്യത്തിൽ പങ്കെടുത്ത ബീജപ്പൂരിലെ രാജാവ് ആരാണ് എന്നാണ് ചോദ്യം. ആദിൽ ഖാനാണ്. സാമൂതിരി പോർച്ചുഗീസുകാർക്കെതിരെ സഖ്യമുണ്ടാക്കിയതിൽ സഖ്യത്തിന്റെ ഭാഗമായ ബീജപ്പൂരിലെ രാജാവ് ആരാണ്? ആദിൽ ഖാനാണ്. ആദിൽ ഖാനായിരുന്നു സാമൂതിരിയുമായി സഖ്യം ചേർന്ന് പോർച്ചുഗീസുകാർക്കെതിരെ പടപൊരുതിയത്. താഴെ കുറച്ച് കാർഷികോൽപ്പന്നങ്ങൾ തന്നിട്ടുണ്ട്. ഇവയിൽ പോർച്ചുഗീസുകാർ പ്രചരിപ്പിച്ച കാർഷികോൽപ്പന്നങ്ങളിൽ പെടാത്തത് കണ്ടെത്താനാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പ്രചരിപ്പിച്ച കാർഷികോൽപ്പന്നങ്ങളിൽ പെടാത്തത് ഏതാണ്? പുകയില, കശുവണ്ടി, പേരക്ക, ആപ്പിള്. ഉത്തരം ആപ്പിളാണ്. ഇതിൽ പുകയില, കശുവണ്ടി, പേരക്ക എന്നിവയൊക്കെ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പ്രചരിപ്പിച്ച കാർഷികോൽപ്പന്നങ്ങളാണ്. ആപ്പിള് പോർച്ചുഗീസുകാർ പ്രചരിപ്പിച്ച കാർഷികോൽപ്പന്നമല്ല. പുകയില, കശുവണ്ടി, പേരക്ക എന്നിവയൊക്കെ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പ്രചരിപ്പിച്ച കാർഷികോൽപ്പന്നങ്ങൾ ആണ്. പ്രശസ്തമായ ഉദയംപേരൂർ സുനഹദോസ് നടന്ന വർഷം ഏതാണ്? ഉദയംപേരൂർ സുനഹദോസ് നടന്ന വർഷം 1599. 1599 ഉദയംപേരൂർ സുനഹദോസ് നടന്ന വർഷം. 1600 നിന്ന് 1 കുറയ്ക്കുക, 1600 1 കുറവ്, അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഉദയംപേരൂർ സുനഹദോസ് നടന്ന വർഷം എന്ന് പറയുന്നത് 1599. 1599 പ്രശസ്തമായ ഉദയംപേരൂർ സുനഹദോസ് നടന്നത്. കൂനൻകുരിശ് പ്രതിജ്ഞ നടന്ന വർഷം ഏതാണ്? കൂനൻകുരിശ് പ്രതിജ്ഞ, കലാപം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതൊരു കലാപമായിരുന്നില്ല, പ്രതിജ്ഞയായിരുന്നു. ഓക്കെ, അപ്പോൾ കൂനൻകുരിശ് പ്രതിജ്ഞ നടന്ന വർഷം 1653. 1653 കൂനൻകുരിശ് പ്രതിജ്ഞ നടന്ന വർഷം. കൂനൻകുരിശ് പ്രതിജ്ഞ നടന്ന വർഷം 1653. വർഷങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. ഉദയംപേരൂർ സുനഹദോസിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞു. കൂനൻകുരിശ് പ്രതിജ്ഞ നടന്ന വർഷം 1653. 1653 നമ്മൾ പറഞ്ഞു. 1653 കൂനൻകുരിശ് പ്രതിജ്ഞ നടന്നത് എന്ന് പറഞ്ഞു. പ്രശസ്തമായ കൂനൻകുരിശ് പ്രതിജ്ഞ നടന്ന സ്ഥലം എവിടെയാണ്? മട്ടാഞ്ചേരിയാണ്. മട്ടാഞ്ചേരിയിലെ പഴയ കുരിശിലാണ് കൂനൻകുരിശ് പ്രതിജ്ഞ നടന്നത്. അപ്പോൾ പ്രശസ്തമായ കൂനൻകുരിശ് പ്രതിജ്ഞ നടന്ന സ്ഥലം മട്ടാഞ്ചേരിയാണ്. മട്ടാഞ്ചേരിയിലെ പഴയ കുരിശിൻ്റെ അവിടെ നിന്നിട്ടാണ് ഈ പ്രതിജ്ഞ ക്രിസ്ത്യാനികൾ എടുത്തത്. ഇത് നടന്ന വർഷം 1653. അപ്പോൾ വർഷവും സ്ഥലവും നിർബന്ധമായിട്ടും ഓർത്തിരിക്കുക. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ അഭ്യർത്ഥന അനുസരിച്ച് ബാബിലോണിലെ പാത്രിയാർക്ക് കേരളത്തിലേക്ക് അയച്ച സുറിയാനി ബിഷപ്പ് ആരാണ്? കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ അഭ്യർത്ഥന അനുസരിച്ച് ബാബിലോണിയയിലെ പാത്രിയാർക്ക് കേരളത്തിലേക്ക് അയച്ച സുറിയാനി ബിഷപ്പ് അഹറ്റല്ലയാണ്. അഹറ്റല്ല. താഴെ തന്നിരിക്കുന്നവയിൽ ഭക്തി പ്രസ്ഥാനത്തിലെ കവികളിൽ ഉൾപ്പെടാത്തത് ആരാണ്? താഴെ കുറച്ച് കവികളുടെ പേര് തന്നിട്ടുണ്ട്. അതിൽ ഭക്തി പ്രസ്ഥാന കവികളിൽ ഉൾപ്പെടാത്തത് ആരാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം VT ഭട്ടതിരിപ്പാടാണ്. ഇതിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണെങ്കിലും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ആണെങ്കിലും പൂന്താന ആണെങ്കിലും എന്താണ്
ഇവരൊക്കെ ഭക്തി പ്രസ്ഥാനത്തിലെ കവികളാണ്. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്തുന്നതിന് വേണ്ടി ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം 1600. 1600 ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്. ഓപ്ഷൻ എ 1602 എന്താണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷമാണ്. ഓപ്ഷൻ ഡി 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷമാണ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം 1664. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1602. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് 1600. അപ്പോൾ ആദ്യം രൂപീകരിച്ചത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് 1600. അതിനുശേഷം ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1602. അവസാനമായി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664 രൂപീകരിച്ചു. നമ്മൾ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1592. ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യണം. നേരത്തെ നമ്മൾ SCRT പ്രകാരം പറഞ്ഞത് 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് എന്ന് പറഞ്ഞു. എന്നാൽ ശ്രീധര മേനോന്റെ കേരള ചരിത്രം എന്നുള്ള പുസ്തകത്തിൽ 1592 എന്നാണ് വർഷം പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും പരീക്ഷയ്ക്ക് എന്ത് ചെയ്യണം, ചോദ്യം ഓപ്ഷൻ നോക്കിയിട്ട് ചെയ്യണം. ശ്രീധര മേനോന്റെ കേരള ചരിത്രത്തിൽ നിന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ 1592 എന്ന് കൊടുക്കുക. SCRT ബേസ് ചെയ്താണ് വരുന്നതെങ്കിൽ 1602 എന്ന് കൊടുക്കുക. ഈ 2 വർഷം വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പേരിൽ ആ കമ്പനി അറിയപ്പെട്ട് തുടങ്ങിയത് 1602 മുതലാണ്. എന്നാൽ ആ കമ്പനി അവിടെ എന്താണ് മറ്റൊരു പേരിൽ 1592 മുതൽ അവിടെ പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇത് രണ്ടിലും 2 വർഷം വരാൻ കാരണം. അപ്പോൾ അത് നിങ്ങൾ ഓപ്ഷൻ നോക്കി മാത്രമാണ് അതെന്ത് ഇതിന് കർപ്പിക്കേണ്ടത്. ഓക്കെ. ഡച്ചുകാരും ഒരു ഇന്ത്യൻ ഭരണാധികാരിയും തമ്മിൽ ഒപ്പുവെച്ച ആദ്യത്തെ കരാർ ഒപ്പുവെച്ച ദിവസം 1604 നവംബർ 11 കോഴിക്കോട് വന്ന് സാമൂതിരിയുമായിട്ടാണ് ഈ കരാർ ഒപ്പുവെച്ചത്. ഈ കരാറിൽ ഒപ്പുവെച്ച ഡച്ചുകാരൻ ആരാണ് എന്നാണ് ചോദ്യം. കഴിഞ്ഞ സെക്കൻഡ് സ്റ്റേജ് ഡിഗ്രി പ്രിലിംസിൽ ചോദിച്ച ചോദ്യമാണ്. സ്റ്റീവൻ വാണ്ടർ ഹേഗനാണ് ഇതിന്റെ ഉത്തരം വരുന്നത്. സ്റ്റീവൻ വാണ്ടർ ഹേഗനും സാമൂതിരിയും തമ്മിലാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഒരു ഡച്ചുകാരും ഒരു ഇന്ത്യൻ ഭരണാധികാരിയും തമ്മിൽ ആദ്യമായി ഒപ്പുവെച്ച കരാർ എന്ന് പറയുന്നത് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച കരാറാണ്. ഈ കരാറിൽ ഒപ്പുവെച്ച ഡച്ചുകാരൻ ആരാണ്? സ്റ്റീവൻ വാണ്ടർ ഹേഗനാണ്. ഈ കരാർ ഒപ്പുവെച്ച വർഷം 1604 നവംബർ 11 കോഴിക്കോട് വെച്ച് ഒപ്പുവെച്ചത്. ഈ ചോദ്യത്തിലെ മറ്റ് ഓപ്ഷനുകളോട് നോക്കാം. വാൻ റീഡ് എന്ന് പറയുന്നത് ആരാണ്? വാൻ റീഡ് എന്ന് പറയുന്നത് ഡച്ച് ഗവർണറാണ്. ഇദ്ദേഹം ചെയ്ത പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചാൽ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിന്റെ രചനയിൽ പങ്കുവഹിച്ച അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത ഡച്ച് ഗവർണറാണ് വാൻ റീഡ് എന്ന് പറയുന്നത്. ഡിലനോയ് ആരാണ്? ഡിലനോയ് എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധത്തിൽ തോൽപ്പിച്ച ഡച്ച് സൈന്യാധിപനാണ്. ആര്? ഡിലനോയ്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരുമായുള്ള കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ചു. ഡിലനോയ് ആയിരുന്നു അതിൻ്റെ സൈന്യാധിപൻ. ഈ ഡിലനോയിയെ പിന്നീട് തടവുകാരനായി പിടിച്ചിട്ടാണ് മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനാക്കി മാറ്റിയത്. അപ്പോൾ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന സൈന്യാധിപൻ ആരാണ്? ഡിലനോയ് ആണ്. ഡിലനോയ് ആണ് വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഡച്ച് സൈന്യാധിപൻ. മാർത്താണ്ഡവർമ്മയുടെ സൈന്യാധിപനാക്കി അദ്ദേഹത്തെ മാറ്റി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1600. നമ്മളിപ്പോൾ SCRT പ്രകാരമുള്ള ആ ഡേറ്റ് ആണ് പറയുന്നത്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആണെങ്കിൽ 1602 സ്ഥാപിച്ചത്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആണെങ്കിൽ 1664. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത അതേ ഫാക്റ്റ് തന്നെയാണ്. ഒന്നും കൂടി റിപ്പീറ്റായി പറയുന്നേ എന്നുള്ളൂ. നമ്മൾ ഇത് എത്രത്തോളം റിപ്പീറ്റ് ചെയ്യണോ അതിനനുസരിച്ച് നമ്മുടെ മൈൻഡിൽ ഇത് കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം 1600. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം 1602. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം 1664. അപ്പോൾ ഈ 3 വർഷം ഓർത്തിരിക്കുക. ഇതിൽ നമ്മൾ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം ശ്രീധര മേനോന്റെ കേരള ചരിത്രത്തിൽ വരുന്ന ഡേറ്റിന്റെ വ്യത്യാസം നമ്മൾ ആ ചർച്ച ചെയ്തു. 1592 എന്നുള്ളത്. ഈ ഒരു ഇത് നമ്മളെപ്പോഴും ഓപ്ഷൻ നോക്കി മാത്രമാണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.